നമസ്കാരം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പേഴ്സണലി കറപ്റ്റ് ആയിരുന്നില്ല. എന്നാൽ മറ്റുള്ളവർ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ അഴിമതി കേസുകളിൽ പെട്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കുവാൻ നെഹ്റുവിന് വൈമുഖ്യമായിരുന്നു. അതായത് അഴിമതി കേസുകളിൽ ഒരു അഴവഴമ്പൻ സമീപനമായിരുന്നു നെഹ്റുവിൻ്റേത്. അതിനെ സാധൂകരിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. 1948 കോൺഗ്രസ് സെഷൻ സ്റ്റാൻഡേർഡ് ഓഫ് പബ്ലിക് കോണ്ടാക്ട്, അതായത് പൊതുപ്രവർത്തകരുടെ പെരുമാറ്റത്തിനുള്ള മാനദണ്ഡം അതെന്തായിരിക്കണം എന്നൊരു പ്രമേയം പാസാക്കിയെടുത്തു. അതായത് നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പൊതുജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനുള്ള ഒരു മാർഗരേഖയായിരുന്നു അത്. വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ആ പ്രമേയം പാസ്സായത്. എന്നാൽ തൊട്ടടുത്ത ദിവസം നെഹ്റുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പ്രമേയം പിൻവലിച്ചു. അതിന് കാരണം ഇതുപോലൊരു പ്രമേയം അല്ലെങ്കിൽ ഇതുപോലൊരു മാർഗനിർദ്ദേശം തന്റെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുവാൻ നാട്ടുകാർ ഉപയോഗിക്കും എന്നതായിരുന്നു നെഹ്റുവിന്റെ വാദം. ഈ പ്രമേയം പിൻവലിക്കുവാൻ നെഹ്റു രാജ്യഭീഷണിയും മുഴക്കി. അദ്ദേഹത്തിനെ രാജിവെക്കുവാൻ അനുവദിക്കണമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം കോൺഗ്രസുകാർ നെഹ്റുവിന്റെ ഈ അൺറീസണബിളായ ആവശ്യം അംഗീകരിച്ച് പ്രമേയം പിൻവലിക്കുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, അഴിമതി കേസിൽ പിൽക്കാലത്ത് ആരോപണ വിധേയരായ പലരെയും സംരക്ഷിക്കുവാൻ നെഹ്റു ശ്രമിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കോൺഗ്രസ് പാർട്ടിയുടെ പത്രമാണ്. 1950 അതിന്റെ ജനറൽ മാനേജർ നെഹ്റുവിന്റെ സണ്ണിലോ ആയ ഫിറോസ് ഗാന്ധി ആയിരുന്നു. 1950 മെയ് മാസം പട്ടേൽ നെഹ്റുവിന് അയച്ച ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ പത്രം, അതായത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഉപയോഗിച്ചുകൊണ്ട് അർഹിക്കാത്ത പലർക്കും ഗവൺമെന്റ് കോൺട്രാക്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം പട്ടേൽ ആ കത്തിൽ നെഹ്റുവിനോട് പറയുന്നുണ്ട്. പട്ടേൽ നെഹ്റുവിന് അയച്ച കത്ത് നാഷണൽ ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കും അത് പോയി റെഫർ ചെയ്യാം. ആ കത്തിൽ തന്നെ പട്ടേൽ ഈ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കുവാൻ നെഹ്റുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നെഹ്റു ഒന്നും ചെയ്തില്ല, ഒരു അന്വേഷണവും നടത്തിയില്ല. അദ്ദേഹം അത് വിട്ടുകളഞ്ഞു. നിർഭാഗ്യവശാൽ 5 മാസങ്ങൾക്ക് ശേഷം പട്ടേൽ മരണപ്പെടുകയും അതിനുശേഷം ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതാവുകയും ചെയ്തു. നാഷണൽ ഹെറാൾഡ് പോലെ നെഹ്റു സംരക്ഷിക്കുവാൻ ശ്രമിച്ച മറ്റൊരു അഴിമതി കേസായിരുന്നു ജീപ്പ് സ്കാൻഡൽ. വി കെ കൃഷ്ണമേനോൻ അന്ന് UK ഭാരതത്തിന്റെ ഹൈ കമ്മീഷണറായിരുന്നു. അദ്ദേഹം UK ഒരു കമ്പനിയുമായിട്ട് ആർമിക്ക് വേണ്ടി 2000 ജീപ്പുകൾ വാങ്ങുവാൻ ഒരു ഡീൽ സൈൻ ചെയ്തു. എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് 1,72,000 പൗണ്ട് ആ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്തു. ഈ ഡീല് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനിയെ കുറിച്ച് കൃഷ്ണമേനോനോ നെഹ്റുവോ എന്തെങ്കിലും പഠിച്ചിരുന്നോ മനസ്സിലാക്കിയിരുന്നോ എന്നതിന് യാതൊരു തെളിവുമില്ല. ഒന്നും പഠിച്ചു കാണുവാൻ സാധ്യതയില്ല. കാരണം ഈ കമ്പനിയുടെ അന്നത്തെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് വെറും 605 പൗണ്ട് മാത്രമായിരുന്നു. അത്യാവശ്യമായിട്ട് കാശ്മീരിൽ ആർമിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ഈ ഡീൽ ഇത്രയും പെട്ടെന്ന് സൈൻ ചെയ്തത്. 5 മാസത്തിൽ 2000 ജീപ്പുകൾ ഡെലിവറി ചെയ്യും എന്നതായിരുന്നു ഡീല്. ഏതായാലും 5-ാം മാസം ജീപ്പ് ഒന്നും വന്നില്ല. 8 മാസം കഴിഞ്ഞപ്പോൾ 155 ജീപ്പുകൾ മദ്രാസ് പോർട്ടിലെത്തി. 155 എണ്ണം. ഡിഫൻസ് ഒഫീഷ്യൽസ് ഈ വന്ന ജീപ്പുകളൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു. അവർ ഈ വന്ന ഷിപ്മെന്റിൽ ഉണ്ടായിരുന്ന 155 ജീപ്പും റിജക്ട് ചെയ്തു. അതിനെ തുടർന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് അവര് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഓർഡർ ഇടാൻ നെഹ്റുവിനോട് നിർദ്ദേശിച്ചു. നെഹ്റു ജുഡീഷ്യൽ അന്വേഷണം പോയിട്ട് ഒരു അന്വേഷണവും നടത്തിയില്ല, അതിനോട്ട് തയ്യാറുമായിരുന്നില്ല. പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയോട് അവരുടെ നിർദ്ദേശം പുനഃപരിശോധിക്കുവാനാണ് നെഹ്റു ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഈ കേസ് ക്ലോസ് ചെയ്തു എന്ന് പാർലമെന്റിൽ അനൗൺസ് ചെയ്തു. ജീപ്പ് സ്കാൻഡൽ ഒരു ക്ലിയർ കട്ട് അഴിമതി കേസായിരുന്നു. അതെങ്ങനെ പാർലമെന്റിൽ ഒരു അനൗൺസ്മെന്റ് നടത്തി ക്ലോസ് ചെയ്യാൻ സാധിക്കും? ഇതേപോലെ നെഹ്റു അവഗണിച്ച മറ്റൊരു കറപ്ഷൻ കേസായിരുന്നു ഹരിദാസ് മുദ്ര കേസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കറപ്ഷൻ കേസായിരുന്നു ഹരിദാസ് മുദ്ര കേസ്. ഈ ഹരിദാസ് മുദ്ര എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഊഹക്കച്ചവടക്കാരനായിരുന്നു. ഇയാൾക്ക് ധാരാളം കമ്പനികൾ ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള LIC ചില തെറ്റായ മാർഗത്തിൽ ഇയാളുടെ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തി വലിയ തോതിൽ. LICയിൽ നടന്ന ഈ അഴിമതി പുറത്തായതോടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന MC ഛഗ്ലയുടെ നേതൃത്വത്തിൽ ഒരു ട്രിബ്യൂണൽ നിയമിക്കപ്പെട്ടു ഇത് അന്വേഷിക്കാൻ. ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ വളരെ സുദീർഘമായ ഒരു അന്വേഷണത്തിന് ശേഷം ഛഗ്ല ഒരു അന്വേഷണ റിപ്പോർട്ട് നെഹ്റുവിന് സബ്മിറ്റ് ചെയ്തു. ട്രിബ്യൂണൽ കുറ്റക്കാരനായി കണ്ടത് നെഹ്റു മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന TTK കൃഷ്ണമാചാര്യയാണ്. സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഴിമതി കേസിൽ പെട്ടത് നെഹ്റുവിന് ക്ഷീണമായി.
അതുകൊണ്ട് ചഗ്ലയെ അഭിനന്ദിക്കുന്നതിന് പകരം കൃഷ്ണമാചാര്യെ പബ്ലിക്കായിട്ട് നെഹ്റു അഭിനന്ദിക്കുവാൻ തുടങ്ങി. ഇത് ചഗ്ല എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇയാൾ കുറ്റക്കാരനാണെന്ന് ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് നെഹ്റുവിന്റെ ഈ അഭിനന്ദന പ്രവാഹം. ടി.കെ. കൃഷ്ണമാചാരി പിന്നീട് രാജിവെച്ചു ഈ അഴിമതി കേസിൽ. ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് തിരികെ പോകാൻ എയർപോർട്ടിലെത്തിയ കൃഷ്ണമാചാരിയെ ഓഫ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. ചഗ്ല തന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ അസാധാരണമായ ഒരു സംഭവമാണെന്നാണ്. കാരണം ഒരു കള്ളനെ ഓഫ് ചെയ്യാൻ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോകുന്നു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1950 മുതൽ 1990കളിൽ ലിബറലൈസേഷൻ വരെ നമ്മുടെ രാജ്യത്ത് ഒരു ലൈസൻസ് രാജാണ് നിലനിന്നിരുന്നത്. അതായത് ഒരു സ്വകാര്യ സംരംഭം ആരംഭിക്കണമെങ്കിൽ ഗവൺമെന്റിൽ നിന്നും ലൈസൻസ് എടുക്കണം. അതാണെങ്കിൽ കിട്ടുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടുമാണ്. ഈ ലൈസൻസ് രാജ് കോൺഗ്രസുകാർക്ക് പൈസ ഉണ്ടാക്കുവാനുള്ള ഒരു മാർഗമായിട്ട് മാറിയെന്നായിരുന്നു സി രാജഗോപാലാചാര്യ അഭിപ്രായപ്പെട്ടത്. 1960 ജനുവരി മാസം 9 ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പറയുന്നത് ഈ മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഇടയിലെ കറപ്ഷൻ ചാർജസ് അന്വേഷിക്കുവാൻ ട്രിബ്യൂണൽസിനെ നിയമിക്കുന്നതോട് നെഹ്റുവിന് ഒരിക്കലും ഒരു അനുകൂല സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇങ്ങനെ ട്രിബ്യൂണൽസിനെ നിയമിക്കുന്നത് മന്ത്രിമാർക്കിടയിൽ പരസ്പര വിശ്വാസം ഇല്ലാതാക്കുമെന്നും ഒരു നോർമൽ അഡ്മിനിസ്ട്രേഷൻ അസാധ്യമാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ അഴിമതി ആരോപണം നേരിട്ടവരെ നെഹ്റു എങ്ങനെയായിരുന്നു സംരക്ഷിച്ചിരുന്നത് എന്നതിന് മറ്റൊരു ഉദാഹരണം പറയാം. പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു പ്രതാപ് സിംഗ് ഖൈറോൺ. ഇയാൾക്കെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പല ഭാഗത്തു നിന്നും രാജി ആവശ്യവും ഉയർന്നു വന്നു. ഇതിനോട് നെഹ്റുവിന്റെ പ്രതികരണം വിചിത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കണമോ വേണ്ടോ എന്ന് അസംബ്ലിയിൽ വോട്ടിനിട്ട് തീരുമാനിക്കട്ടെ എന്നാണ്. അതായത് ഒരു മന്ത്രി അഴിമതിക്കാരനാണെങ്കിൽ പോലും അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അയാളെ നീക്കം ചെയ്യുവാൻ സാധിക്കില്ല എന്നർത്ഥം. ഇതെന്ത് വിചിത്രമായ ചിന്താഗതിയാണ്. ഇനി നോക്കൂ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് അന്ന് അഴിമതി അക്കോമഡേറ്റ് ചെയ്തിരുന്നത് കൊയലേഷൻ ധർമ്മ എന്ന ഓമന പേരിലായിരുന്നു. അഴിമതി ആരോപണം നേരിട്ടവരെ നെഹ്റു എങ്ങനെയാണ് സംരക്ഷിച്ചിരുന്നത് എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെ പല കേസുകളും നമുക്ക് പറയുവാൻ സാധിക്കും. നെഹ്റുവിനെ പോലെ ഉള്ളവരുടെ ഇപ്രകാരമുള്ള സമീപനമായിരുന്നു ഭാരതത്തിൽ അഴിമതിക്ക് സ്വീകാര്യത ഉണ്ടാക്കിക്കൊടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പൊതുസമൂഹത്തിലെ കറപ്ഷന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. അവിടുന്നാണ് അതിന്റെ തുടക്കം. അഴിമതി നെഹ്റുവിന്റെ കാലത്ത് തന്നെ സർവ്വവ്യാപിയായിരുന്നു. അതോടെ 1960 നമ്മുടെ കാർഷിക മേഖല പാടെ തകർന്നു. പണപ്പെരുപ്പം ഏതാണ്ട് 9%. ഭരണത്തിന്റെ എല്ലാ തലത്തിലും അഴിമതിയായിട്ട് മാറി. അന്നത്തെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് എഴുതിയത് ഈ കോൺഗ്രസ് ഇല്ലാതാകുവാൻ പോകുന്നത് അഴിമതി കാരണമായിരിക്കുമെന്നാണ്. എത്ര കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയത്. 1959 ഡിസംബർ മാസം 18 അദ്ദേഹം നെഹ്റുവിന് എഴുതിയ കത്തിലെ കുറച്ചു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയത്. ഞാൻ ഒരു പരിധിവരെ നിരാശനാണ്. അഴിമതി അന്വേഷിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അന്വേഷണത്തിന് ഇനിയും കാലതാമസം ഉണ്ടാകുവാൻ പാടില്ലാത്തതുമാണ്. കേസുകളെക്കുറിച്ചുള്ള മതിയായ തെളിവുകൾ ദേശ്മുഖ് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദേശ്മുഖ് എന്നത് നെഹ്റു മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. എല്ലാം ശരിയാണെന്ന് താങ്കൾ സ്വയം തൃപ്തിപ്പെട്ടാൽ മാത്രം പോരാ. ഒരു ജനകീയ സർക്കാരിന്റെ കടമ ജനങ്ങൾക്ക് തൃപ്തി നൽകുക എന്നതാണ്. എന്തെങ്കിലും ആശയവിനിമയം നടത്തുവാൻ നിങ്ങൾക്ക് എഴുതുന്നതിന് പകരം നിങ്ങളോട് സംസാരിക്കുക എന്ന നിർദ്ദേശത്തിൽ ഞാൻ ആശങ്കാകുലനാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.